Welcome to lesson 1 on unit 4 AC circuits. Today we will discuss about the resonant circuit. We can see that in the mechanical case, when a mass M is attached to a spring, it will execute simple harmonic oscillation. ഇവിടെ എം എന്നുള്ള മാസ് സ്പ്രിങ്ങുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന മെക്കാനിക്കൽ കേസിൽ ആ മാസ് എം എന്നുള്ളത് ഇഫ് ഇറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ഓർ കംപ്രസ്ഡ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ, അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക്. ദാറ്റ് ഫോഴ്സ് എഫ് വിൽ ബി ഈക്വൽ ടു മൈനസ് കെ എക്സ്. ഫോഴ്സ് ഇസ് directly proportional to the displacement and is opposite to the displacement. Opposite എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് അത് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്കാണ് ഫോഴ്സ് വരുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനത്തെ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് പാർട്ടിക്കിൾ വിൽ ബി എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് ഇറ്റ് വിൽ ബി അൺഡാംപ്ഡ്. അൺഡാംപ്ഡ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് വരുന്നുണ്ടാവുക ആൻഡ് ആംഗുലാർ ഫ്രീക്വൻസി വിൽ ബി റൂട്ട് ഓഫ് കെ ബൈ എം. Now, if the oscillation is damped എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഡാമ്പിംഗ് പ്രസന്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് ഇതെല്ലാം ഉണ്ടെങ്കിൽ അവിടെ വരുന്ന നെറ്റ് ഫോഴ്സ് എന്നുള്ളത് ഇറ്റ് വിൽ ബി മൈനസ് കെ എക്സ് എന്ന് പറയുന്ന റെസ്റ്റോറിംഗ് ഫോഴ്സിന്റെ കൂടെ ദർ വിൽ ബി മൈനസ് ബി ഇൻറ്റു വി. വി മീൻസ് എ ഫോഴ്സ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി. പിന്നെ നമ്മുടെ കേസിൽ വിസ്കസ് ഫോഴ്സ് എന്നുള്ളത് നോർമലി ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി. സോ ബി ഈസ് എ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, ഡാമ്പിംഗ് കോൺസ്റ്റന്റ് എന്നെല്ലാം പറയാൻ വേണമെങ്കിൽ. സോ മൈനസ് ബി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഈ രീതിയിലാണ് വരുന്നതെങ്കിൽ ദെൻ ദ ഓസിലേഷൻസ് ആർ ഡാംപ്ഡ് ഓസിലേഷൻസ്. ഡാംപ്ഡ് എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് ദ ഓസിലേഷൻസ് വിൽ ബി ഡിക്രീസിങ് കണ്ടിന്യൂസ്ലി. That is the mechanical circuit. Now in the electric circuit, അതിന് ഇലക്ട്രിക്കൽ ഇക്വലന്റ് നോക്കുകയാണെങ്കിൽ, ഇഫ് യു ടേക്ക് ആൻ ഇൻഡക്ടർ എൽ ആറ്റ് എ കപ്പാസിറ്റർ സി വിത്ത് റെസിസ്റ്റൻസ് ഈക്വൽ ടു 0 എന്നാണെങ്കിൽ ദേ വിൽ എക്സിക്യൂട്ട് ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് ആൻഡ് ഇറ്റ് വിൽ ബി സിമ്പിൾ ഹാർമോണിക് ആൻഡ് ഡാംപ്ഡ് ഇലക്ട്രിക്കൽ ഓസിലേഷൻസ്. ആൻഡ് ഇഫ് ദർ ഈസ് എ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് then it will become an LCR circuit. ഈ LCR സർക്യൂട്ടിലാണെങ്കിൽ അവിടെ വരുന്ന ഓസിലേഷൻ എന്നുള്ളത് ഇറ്റ് വിൽ ബി ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേഷൻസ്. So first we will discuss about the oscillations in LCR circuit. അപ്പോൾ അതിനു വേണ്ടി we consider an LCR series circuit containing a capacitance, inductor and resistance in series. അപ്പോൾ ഇവിടെ കപ്പാസിറ്റർ എന്നുള്ളത് ഇനീഷ്യലി ചാർജ്ഡ് ആയിരിക്കാം. അപ്പോൾ ചാർജ്ഡ് ആയിട്ടുള്ള ഈ കപ്പാസിറ്ററിനെ by using an inductor and a resistor it is connected in the form of a closed circuit. അപ്പോൾ ഇവിടെ സർക്യൂട്ട് ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ കപ്പാസിറ്ററിൽ ചാർജ് എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടോ. ആൻഡ് ദ ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്റർ എന്നുള്ളത് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ കറന്റ് പാസിംഗ് ത്രൂ ദ ഇൻഡക്ടർ. സോ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കേജ് ദ ഇൻഡക്ടർ വിൽ ചേഞ്ച്. ഇറ്റ് വിൽ ഇൻഡ്യൂസ് an EMF across it, that is L into di by dt. And that EMF will in turn depends on the rate of change of current di by dt. So depending on the value of R, L and C, the nature of discharge of the capacitor will be different. Nature of different എന്ന് പറഞ്ഞപ്പോൾ ചില കേസിൽ ആ ഡിസ്ചാർജ് എന്നുള്ളത് ഓസിലേറ്ററി ആയിരിക്കാം, ചില കേസിൽ അത് നോൺ ഓസിലേറ്ററി ആവാം. So that depends on the values of L, C and R. ഇപ്പം ഇവിടെ ഓരോ ഇൻസ്റ്റന്റിലും ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ, അതുപോലെ തന്നെ ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള പ്ലേറ്റിലുള്ള ചാർജ് വി, ചാർജ് ക്യൂ, അതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ വി ആണെങ്കിൽ ഇറ്റ് വിൽ ബി ചേഞ്ചിങ് ഫ്രം ഇൻസ്റ്റന്റ് ടു ഇൻസ്റ്റന്റ്. അപ്പോൾ ഇവിടെ അസ്യൂം ചെയ്യാൻ പോവാണ്, ലെറ്റ് ക്യാപിറ്റൽ ഐ ബി ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. കറണ്ട് എന്നുള്ളത് സീരീസ് ആയതുകൊണ്ട് തന്നെ കറണ്ട് വിൽ ബി സെയിം ഇൻ ആൾ എലമെന്റ്സ് അറ്റ് സെയിം ടൈം.
അടുത്ത ഇൻസ്റ്റന്റ് കറണ്ടിന്റെ വാല്യൂ മാറുന്നുണ്ടാവും. ലെറ്റ് I be the instantaneous value of current. And capital V is the, suppose V is the potential difference across the plates of the capacitor, and Q എന്നുള്ളത് suppose it is the charge on the capacitor at any instant t. Then we can see the charge on the capacitor, that is Q by C. Q by C, it becomes the potential across the capacitor, that is V plus potential across the resistor IR plus potential across the inductor L into di by dt, it will be equal to 0. ഇത് 0 എന്ന് എഴുതാൻ കാരണം ഈ സർക്യൂട്ടിൽ ഇപ്പോൾ ഒരു സോഴ്സ് ഒന്നും വന്നിട്ടില്ല, ഒരു EMFന്റെ സോഴ്സ്, ഒരു AC സോഴ്സോ അല്ലെങ്കിൽ DC സോഴ്സോ വന്നിട്ടില്ല. ഇവിടെ ആകെയുള്ളത് ഈ കപ്പാസിറ്റർ ഇനീഷ്യലി ചാർജഡ് ആയിരുന്നു. ചാർജഡ് ആയിട്ടുള്ള കപ്പാസിറ്ററിന് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ഫോം ചെയ്തു. അപ്പോൾ ആ ക്ലോസ്ഡ് സർക്യൂട്ടിൽ കപ്പാസിറ്ററിൽ ചാർജ് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് എനി ഇൻസ്റ്റന്റ് നമുക്ക് ഈ ഇക്വേഷൻ എന്നുള്ളത് ഇറ്റ് വിൽ ബി ആൾവേസ് വാലിഡ്. നൗ ഈ ഇക്വേഷനിൽ Q is a variable, I is a variable. അപ്പോൾ എല്ലാ വേരിയബിളിനെയും ഒറ്റ വേരിയബിൾ ആക്കി മാറ്റാൻ പോകണം. ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കപ്പാസിറ്റർ, ആൻഡ് വി ക്യാൻ സോൾവ് ഫോർ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ കപ്പാസിറ്റർ. അപ്പോൾ അതിനു വേണ്ടി I എന്നുള്ളത് ഇറ്റ് ഈസ് dq by dt, ആൻഡ് Q എന്നുള്ളത് ഇറ്റ് ഈസ് CV. സോ dq by dt is C into dV by dt. ഇവിടെയുള്ള I എന്നുള്ളത് ചേഞ്ച് ചെയ്യാം. And also this di by dt എന്നുള്ളത് it becomes C into d by dt of dv by dt, that is C into d square v by dt square. So ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. Q by C എന്നുള്ളത് it becomes V plus I എന്നുള്ളത് it becomes C into dv by dt into R, so RC into dv by dt plus LC into d square v by dt square is equal to 0. ഇതിന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തിക്കാം. You can dividing throughout by LC, we get d square v by dt square plus RC by LC becomes R by L dv by dt plus 1 by LC v is equal to 0. Now we put some substitution. Let R by L is equal to 2b, where b is a constant, and 1 by LC is equal to k square. 2b എന്ന് പറയുമ്പോൾ ബി കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ that constant depends on R and L. RL എന്ന actually this constant B determines the amount of damping. അത് നമുക്ക് പിന്നീട് കാണാവുന്നതാണ്. And 1 by LC എന്നുള്ളതിന് it is represented as some k square. So our equation becomes d square v by dt square plus 2b into dv by dt plus k square v is equal to 0. Now this is the equation for the instantaneous value of potential difference across the plates of the capacitor. And this equation is a second order ordinary differential equation. Second order എന്ന് പറയുമ്പോൾ ഇവിടെ d square എന്നുള്ളതാണ് maximum order വന്നിട്ടുള്ളത്. Second order differential ആണ്. And this is ordinary. Ordinary differential means d square v by dt square dv by dt രണ്ടും full differential ആണ്, partial differential അല്ല. So it is called ordinary differential equation. ഇത് സോൾവ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്നുള്ളത് ഇറ്റ് ഈസ് എം സ്ക്വയർ പ്ലസ് 2b m പ്ലസ് k സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ വാല്യൂ ഓഫ് m വിൽ ബി ഈക്വൽ ടു മൈനസ് b, ദാറ്റ് ഈസ് മൈനസ് 2b എന്ന് വരുമ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ എന്നുള്ളത് 4b സ്ക്വയർ മൈനസ് 4ac എന്നുള്ളത് 4 ഇൻറ്റു k സ്ക്വയർ ബൈ 2a എന്നുള്ളത് ബൈ 2. സോ ഇറ്റ് വിൽ ബി മൈനസ് b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് k സ്ക്വയർ. So the general solution എന്നുള്ളത് it is v is equal to a e raised to m1t plus b e raised to m2t. ഇവിടെ m1 എന്നുള്ളത് it is 1 square root, that is minus b plus root of b square, and m2 എന്നുള്ളത് minus b minus root of b square minus k square. ഇനി there are different possibilities. b square k square എന്നുള്ളതിന്റെ വാല്യൂ ഈക്വൽ ആവാം. b square എന്നുള്ളത് it may be greater than k square, or b square എന്നുള്ളത് it may be less than k square. നമ്മൾ ഇതിൽ ഒരു കേസ് എടുക്കാൻ പറ്റുന്നത് that is if b square is less than k square. അതായത് b എന്നുള്ളത് it was r by 2l ആയിരുന്നു. അപ്പോൾ r square by 4l square is less than 1 by lc. ഇങ്ങനെയാണെങ്കിൽ we will see that here the damping is small. ഈ കേസിൽ damping small ആയിരിക്കും. damping small എന്ന് പറയുമ്പോൾ ഇത് ഈ കേസ് ഓസിലേറ്ററായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്നുള്ളതിനെ ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് ഓഫ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ.
റിമെമ്പർ ഇവിടെ കെ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ളത് പോസിറ്റീവ് ആയിരിക്കും. മൈനസ് എന്നുള്ളത് ദർ ഈസ് എ നെഗറ്റീവ് -1. അപ്പോൾ -1ന്റെ റൂട്ട് ഐ എന്ന് പറയാം. ദാറ്റ് ഈസ് കോംപ്ലക്സ് നമ്പർ ഐ ഇൻറ്റു റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് ഞാൻ ഒമേഗ എന്ന് വിളിക്കുകയാണ്. സോ ഇറ്റ് ക്യാൻ റിട്ടൺ ആസ് ഐ ഒമേഗ. സോ വേർ ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് root of 1 by LC minus r square by 4r square. Why this is called as omega എന്നുള്ളത് it will be clear after the full derivation. അപ്പോൾ ഇങ്ങനെയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ our solution becomes v is equal to a e raised to minus bt, that is m1 എന്നുള്ളത് minus bt into e raised to I omega t. So this is I omega t plus b e raised to m2t എന്നുള്ളതാണ്. m2t എന്നുള്ളതിൽ m2 എന്നുള്ളതിൽ മൈനസ് ബി ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ബി ടി എന്നുള്ളത് രണ്ട് ടേമും കോമൺ ആണ്. ദാറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്. ദെൻ എ ഇ റൈസ് ടു ഐ ഒമേഗ ടി ക്യാൻ ബി റിട്ടൺ ആസ് കോസ് ഒമേഗ ടി പ്ലസ് ഐ സൈൻ ഒമേഗ ടി പ്ലസ് ബി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്നുള്ളതിനെ കോസ് ഒമേഗ ടി മൈനസ് ഐ സൈൻ ഒമേഗ ടി എന്നും എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു e raised to minus bt into a plus b cos omega t plus I into a minus b sin omega t. So it can be written as the potential difference across the plates of the capacitor at any instant v is equal to e raised to minus bt into some constant d into cos omega t plus f into sin omega t, where d and f are constants. D എന്നുള്ളത് it is equal to a plus b. a യും b യും constant ആണ്. അപ്പോൾ d എന്നുള്ളത് it is another constant, a plus b. f എന്നുള്ളത് it is I into a minus b, it is another constant. That is equation 2. So equation 2 is the general solution of equation 1. ഇവിടെ cos ടേമും വരുന്നുണ്ട്, sin ടേമും വരുന്നുണ്ട്. രണ്ട് ടേം ആണെങ്കിലും we can see that the potential difference across the plates of the capacitor is varying as a sinusoidal wave. Sinusoidal wave എന്ന് പറയുമ്പോൾ it is oscillatory, but at the same time there is another term e raised to minus bt എന്ന് പറയുന്ന ഒരു ഫാക്ടർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫാക്ടറിൽ you can see the amplitude of that oscillation decreases exponentially. Amplitude എന്നുണ്ടാവും exponentially decrease ചെയ്യുന്നുണ്ടാവും because of e raised to minus bt, where b എന്നുള്ളത് it is r by 2a. അപ്പോൾ r കൂടുതലാണെങ്കിൽ if resistance of the circuit is very high, then the amplitude will be decreasing very fastly. അവിടെ ഡാമ്പിങ് വളരെ ഹൈ ആയിരിക്കും. അല്ല റെസിസ്റ്റൻസ് വളരെ ലോ ആണെങ്കിൽ ലോ ഡാമ്പിങ് ആണ്. അപ്പോൾ ഈ കേസിൽ ലോ റെസിസ്റ്റൻസ് ആണ്. സോ ദാറ്റ് ദിസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ആർ സ്ക്വയർ ബൈ 4l സ്ക്വയർ ഈസ് ലെസ് ദാൻ 1 by LC. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ LCR സർക്യൂട്ടിൽ നമുക്കൊരു ഓസിലേറ്ററി കണ്ടീഷൻ കിട്ടുന്നുണ്ടാവുള്ളൂ. അതായത് ഇക്വേഷൻ 2 എന്നുള്ളത് ഒരു സൈൻ കോസ് ടേമിലേക്ക് എത്തുന്നുണ്ടാവുള്ളൂ. So this shows that the voltage is oscillatory with damping amplitude. That is, the amplitude will be damped as e raised to minus bt. Amplitude decrease ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. The frequency of oscillation f is equal to omega by 2 pi. That is 1 by 2 pi into root of 1 by LC minus r square by 4l square. This is frequency of oscillation. ഈ ബ്രാക്കറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ it is called angular frequency of oscillation. രണ്ട് രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. So the condition to become oscillatory is k square is greater than b square, or 1 by LC greater than r square by 4l square, or resistance of the LCR circuit should be less than 2 into root of L by C. ഇനി ഇവിടെ ഈ ഇക്വേഷൻ 2ൽ വരുന്ന കോൺസ്റ്റൻസ് ഡിയും എഫും കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻസ് വേണം. So they can be found from the initial conditions of the charge and current. So the graphical representation of the variation of potential difference with time can be represented in this as below. Because here നമുക്ക് കാണാം ഇത് ഒരു സൈൻ അല്ലെങ്കിൽ കോസൈൻ ടേം എന്ന രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് ദി ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. So this is possible in the case of LCR circuit only if the resistance of the circuit is less than 2 into root of L by C. And also another important point to be remembered is these oscillations are possible only for a short interval of time. Because നമ്മുടെ ഈ സർക്യൂട്ടിൽ ഒരു പവർ സപ്ലൈ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഈ
കപ്പാസിറ്ററിൻ്റെ ഇനീഷ്യൽ ചാർജ് മാത്രമുള്ളത്. സോ ആഫ്റ്റർ സം ഓസിലേഷൻസ് the charge of the capacitor will be dying out completely and the oscillations will be stopped. So this is called transient oscillations എന്ന് പറയാം. ട്രാൻസിയൻറ്റ് എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ട് ടൈമിൽ മാത്രമേ ഈ ഓസിലേഷൻ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കണ്ടിന്യൂസ് ഓസിലേഷൻ വേണമെന്നുണ്ടെങ്കിൽ we will have to provide some external energy source in order to overcome the damping loss. ഡാമ്പിംഗ് കൊണ്ടുണ്ടാകുന്ന ലോസ് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ external energy source പ്രൊവൈഡ് ചെയ്യണം. Now what is the amount of damping and how much the rate of damping etc. that can be discussed in the next class. Thank you for watching this video.